കില്ലാടികളെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ചോദിക്കട്ടെ. നമ്മളൊന്ന് മാറി നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് കേരളം അങ്ങോട്ട് മാറുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ദിലീപേട്ടൻ്റെ കേസ് വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ അല്ല ഇടാൻ നമ്മൾ സ്ട്രീമിംഗ് ചെയ്യാൻ പോയത്. സോറി, ഞാൻ എന്താ വെച്ചാൽ വീഡിയോ ഇടണമായിട്ട് കുറേ വിചാരിക്കുന്നുണ്ടല്ലോ. സത്യം പറയുമല്ലോ, പറ്റുക സത്യം പറഞ്ഞെന്ന് വെച്ചാൽ പറ്റണേ ഇല്ല. നമ്മൾ ഓരോരോ കാര്യങ്ങളെ തിരക്കാൻ വേണ്ടിയില്ല. എന്താ വെച്ചാൽ നമ്മളപ്പോൾ പിന്നെയും ഞാൻ ഇനി പറയുന്നില്ല. ഇനി വീഡിയോ വന്നാൽ നിങ്ങൾ കണ്ടോ, അത്രേ ഉള്ളൂ. ഇനി ഞാനിങ്ങനെ വെറുതെ ഞാൻ ബാക്ക് ടു വന്നു പറഞ്ഞിട്ട് പറഞ്ഞെങ്കിൽ മതി. സോ ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇനി നമ്മൾ വിടും, ഉറപ്പാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ദിലീപേട്ടൻ്റെ കേസ് നടന്നില്ല. ദിലീപേട്ടനെ കുറ്റവിമുക്തനാക്കി നമ്മൾ ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളതിന് വീഡിയോ ചെയ്തതെന്നാണ് എനിക്കൊരു ചെറിയ ഓർമ്മ. ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ദിലീപേട്ടൻ്റെ കാര്യം അപ്പോഴാണ് കേരള ഈ ഇന്നാൾ കൂടിയിട്ട് ഒരു KSRTC ബസ്സിൽ ദിലീപേട്ടൻ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായ പറക്കം തളിക പ്ലേ ചെയ്തത്. പറക്കം തളിക എല്ലാവർക്കും ഇഷ്ടമല്ലോ, സീരിയസ് ആയിട്ട്. എന്താ വെച്ചാൽ അത് മോശം പറയാത്ത പടങ്ങളാണ്. ദിലീപേട്ടൻ അന്നത്തെ കാലഘട്ടത്തിലുള്ള പടം പറഞ്ഞാൽ എല്ലാം ക്ലാസ് സാധനങ്ങളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഫൈറ്റ് ഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കില്ല അല്ലേ, കോമഡി ഫുൾ അങ്ങനെയൊക്കെ സംഭവം. അപ്പോൾ പറക്കം തളിയില്ല എൻ്റെയൊക്കെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ് ദിലീപേട്ടൻ്റെ. അപ്പോൾ ആ പടം KSRTC ബസ്സിൽ അത് പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഉണ്ടെങ്കിൽ ബാക്കി ആർക്കില്ലാത്തൊരു പ്രശ്നം ഒരു ചേച്ചിക്ക് ഈ പടം ഇവിടെ പറ്റില്ല, ഈ പടം ഇവിടെ പറ്റുകയില്ല, ഞാൻ കാണില്ല, മനസ്സിലായില്ല. ഞാനിനി വേറെ എന്തൊക്കെ പടം കണ്ടാലും എനിക്ക് ഈ പടം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചേച്ചി ഒരു പ്രശ്നമില്ല. KSRTC എന്തിൻ്റെ സംഭവമാണ് നമുക്ക് അറിയില്ല. സംഭവം ഇതിനൊക്കെയാണ് തോന്നുന്നു ഈ സൊസൈറ്റിയിൽ ഫെമിനിസ്റ്റൊക്കെ വിളിക്കുന്നത് തോന്നുന്നു, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. എനിക്കറിയില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോഴും പെടുത്തില്ല. പറക്കം തളിക ഇപ്പോൾ അവിടെ പ്ലേ ചെയ്തുകൊണ്ട് എന്താ പ്രശ്നം? ചേച്ചിക്ക് കാണാൻ പറ്റില്ല, ചേച്ചി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ, അത്രേ ഉള്ളൂ. അത്രയും പേർക്ക് ഇപ്പോൾ ആ ബസ്സിൽ എത്ര ഒരു 50 സീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു 40 സീറ്റ് ഉണ്ട്, അതിലൊരു 30 പേരുണ്ട് വെച്ച് കഴിഞ്ഞാൽ 30 പേർക്കും ഇല്ലാത്ത 29 പേർക്കും ഇല്ലാത്ത കുഴപ്പമാണ് ആ ഒരാൾക്കില്ലാതെ. ഞാൻ പറയാം, നമുക്ക് ആ ചേച്ചിക്ക് അത് കംഫർട്ട് അല്ലെങ്കിൽ ഇറങ്ങി പോകുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീട് നോക്കിയല്ലോ, അതിൻ്റെ ബാക്കി പറയാം. ഓക്കെ, വൻ സീന് ഇതല്ല കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. All the best for your dream project, Mr. Dixon. അതെ, ഒത്തിരി പേരുണ്ടാവും. ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞങ്ങളുടെ വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞ ആരാ? ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. വനിതകളോട് എല്ലാം ഞാൻ ചോദിച്ചിട്ടാ പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ അലക്കണ്ട, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ദിലീപിന്റെ ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലാകാൻ നോക്കണ്ട കേട്ടോ. കോടതി വിധി പലതും ഇവിടെ വന്നിട്ടുണ്ട്, പല വിധികളും വന്നിട്ടുണ്ട്. അതെ, ഇതൊരു കോടതി ആയിട്ടുള്ളൂ. ഇതിനപ്പുറം വേറെ കോടതി ഇഷ്ടം പോലെ ഉണ്ട്. പല കോടതികളുണ്ട്. ഇത് താഴത്തെ കോടതി മാത്രം. ആരും എന്ത് പറഞ്ഞെന്നുള്ള ഇവിടെ ഈ സിനിമ കാണാൻ വയ്യ. കണ്ടില്ലേ, ഇവിടെ ഈ സിനിമ കാണാൻ പറ്റില്ല, എനിക്കെന്തോ ആയിക്കോട്ടെ, എനിക്കിവിടെ ഈ സിനിമ കാണാൻ പറ്റില്ല എന്നാണ് ചേച്ചി ഉറച്ച തീരുമാനത്തോട് പറയുന്നത്. ഒരാൾ അവിടെ നിന്ന് തർക്കിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ എന്താ പ്രശ്നം, സിനിമ കണ്ടത് കോടതി വിധി വന്നതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ആലോചിക്കുന്നത് കോടതി വിധിയും ഈ സിനിമയും തമ്മിൽ എന്താ ബന്ധം? ഇപ്പോൾ ദിലീപേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നോർമലി ഇപ്പം എന്താ വെച്ചാൽ അങ്ങനെ ഒരു കേസ് വന്നാൽ കൂടി, ഇല്ലെങ്കിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഇപ്പോൾ ദിലീപേട്ടൻ പടങ്ങൾ കാണുന്നതുകൊണ്ട് എന്താ പ്രശ്നം? എന്തുവാടേ ഇത്? എൻ്റെ പൊന്ന് കിലർ, ഇമാതിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ ചോദിക്കട്ടെ? സത്യം പറയല്ലോ, ഇവരിങ്ങനെയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും, മനസ്സിലായില്ലേ? ഞാൻ പറയല്ലോ, പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. സത്യം പറയല്ലോ, കേരളത്തിന്റെ അവസ്ഥ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ ആൾക്കാരെ പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ്, പല വിധത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, കേട്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാവമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താ സംഭവം? ആ ചേച്ചി പറയുന്നത് നീ ദിലീപാകാൻ നോക്കണ്ട, മനസ്സിലായി? നീ ദിലീപാകാൻ നോക്കണ്ട, നീ അവിടെ ഇരുന്നാൽ നീ മറ്റൊരു ദിലീപാകാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തിന്റെ ആവശ്യമാണ് എനിക്ക് അറിയില്ല, സത്യം പറയും. ഇങ്ങനത്തെ ഇതൊന്നും വേണ്ട. എന്തിനാണ് അവിടെ പരിപാടി? അല്ല എന്ന് വെച്ചാൽ സിനിമ ഇട്ട സിനിമ കാണാൻ, അല്ലെങ്കിൽ കാണാൻ തോന്നില്ലെങ്കിൽ ഇപ്പോൾ ദിലീപിന്റെ പടം കാണണ്ട എന്ന് തോന്നുന്ന ചേച്ചി ഇറങ്ങി പോകും, അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ പരിപാടി? പ്രശ്നം സോൾവ് പിടിക്കില്ലല്ലേ. അല്ലാതെ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കും, മറ്റുണ്ടാക്കും, മറിച്ചുണ്ടാക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിലും അത് ചേച്ചിക്ക് തർക്കിക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ അവരൊക്കെ കൂടി അവളുടെ ഭാഗത്താണതുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവൾ എന്തൊരു സംഭവം ഇല്ല, എന്താ സംഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തൊക്കെയോ നടക്കണില്ല, സത്യം പറയല്ലോ. ഈ പരിപാടിയൊക്കെ എന്ത് കാര്യമില്ല, അവരവരുടെ ഒരു ഇത് നോക്കിക്കൊണ്ട് നടക്കാണ്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വരികയല്ലേ. ബൈ.